ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് കേൾക്കുന്നുണ്ടല്ലോ? വോയിസ് കേൾക്കുന്നുണ്ടല്ലോ? ഒന്ന് ക്ലിയർ ചെയ്യണേ, ക്ലിയർ ആക്കണേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ എടുക്കാൻ ഉദ്ദേശിച്ച ക്ലാസ് ആയിരുന്നു, റേഞ്ചിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരുന്നു, നെറ്റ്വർക്ക് എറർ ഉള്ളതുകൊണ്ടായിരുന്നു ഇന്ന് എടുക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന്റെ ക്ലാസ്സുകളാണ്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന്റെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്വിംഗ് ട്രേഡിങ് എന്താന്നൊക്കെ ഞാൻ ജസ്റ്റ് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് സ്വിംഗ് ട്രേഡിങ് എന്താന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് വിർച്വൽ മണി യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് യൂസ് ചെയ്തിട്ടല്ലാതെ വിർച്വൽ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ട്രേഡ് ചെയ്യാനാവുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. വെബ്സൈറ്റ് അവൈലബിൾ അല്ല, നമുക്ക് വെബ്സൈറ്റിലല്ല, നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ ലൈവായിട്ട് മാർക്കറ്റിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലും ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ ബൈ ചെയ്യാൻ സാധിക്കും. കറന്റ് മാർക്കറ്റ് പ്രൈസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ബൈ ചെയ്യാൻ സാധിക്കുക. നമുക്ക് മാർക്കറ്റിലുള്ള പോലെ തന്നെ പ്രൈസ് ഡിഫറൻസ് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ചസ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലും എഫക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. പേപ്പർ ട്രേഡിംഗ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഏതൊരു സ്ട്രാറ്റജിയും എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. 10 ലക്ഷം വിർച്വൽ ക്യാപിറ്റൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് പേപ്പർ ട്രേഡുകൾ എടുത്ത് നോക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നോട്ട് അയച്ചോളൂ. ഫ്രണ്ട് പേജ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ജസ്റ്റ് സ്വിംഗ് ട്രേഡിങ്ങിന്റെ ബേസിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് സ്വിംഗ് ട്രേഡിങ്ങിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ബാക്കി നമുക്ക് മുന്നോട്ട് ഓരോ ക്ലാസ്സിൽ സ്വിംഗ് ട്രേഡിംഗ്, സ്റ്റോക്ക് സെലക്ഷനും ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്വിംഗ് ട്രേഡിങ്ങിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ, ആദ്യത്തെ തുടക്കത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു സ്വിംഗ് ട്രേഡിങ്ങും ഇൻട്രാഡേ ട്രേഡിങ്ങും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഷെയർ ഡെലിവറിയിൽ നമ്മളൊരു ഷെയർ ബൈ ചെയ്തിട്ട് അത് കുറഞ്ഞ ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യുക. അതായത് 1-2 ദിവസം അല്ലെങ്കിൽ 1 വീക്കോ 2 വീക്കോ അല്ലെങ്കിൽ 1 മന്ത് ഒക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റിലോ ലോസിലോ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെത്തഡിന് പറയുന്ന പേരാണ് സ്വിംഗ് ട്രേഡിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങി ഒരു മാസത്തിനുള്ളിൽ നമ്മൾ വിറ്റു, വിറ്റാൽ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്ന പേര് സ്വിംഗ് ട്രേഡിംഗ് എന്നാണ്. നമ്മൾ ഡെയിലി വാങ്ങി ഡെയിലി വിൽക്കുന്നതിന് എന്താ പറയാ? ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് ട്രേഡുകൾ എടുത്ത് ബൈയിങ് സെല്ലിങ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് എന്നൊരു ഓപ്ഷൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. നമുക്ക് ഷെയർ വാങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി, 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡെലിവറി നമ്മൾ ഷെയർ എടുത്തിട്ട് ഷോർട്ട് ടൈമിൽ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ലാഭത്തിലോ നഷ്ടത്തിലോ വിൽക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോഴും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് രണ്ടിലും നമ്മൾ സ്റ്റോക്കിന്റെ ചാർട്ട് നോക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ട്രേഡുകൾ എടുക്കുക. ട്രേഡിംഗ് നമ്മൾ ചെയ്യുന്നതെല്ലാം ചാർട്ട് നോക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ട്രേഡിംഗ് ചെയ്യുക. അതായത് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടൂളുകൾ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് ചെയ്യുന്നത്. നമ്മൾ ഇൻട്രാഡേ ചെയ്ത പോലെ തന്നെ സ്റ്റോക്കിന്റെ ചാർട്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗും ചെയ്യുന്നത്. പക്ഷെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ നമ്മൾ 1 മിനിറ്റോ 5 മിനിറ്റോ ക്യാപിറ്റൽ അല്ല സോറി ടൈം ഫ്രെയിം ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ സ്വിംഗ് ട്രേഡിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ 1 ഡേയോ അല്ലെങ്കിൽ 1 വീക്കോ ഒക്കെ ആയിരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്? ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും, ചോളമണ്ഡലം ഫിനാൻസിന്റെ 1 ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിട്ടുണ്ട്. ഇത് മുമ്പത്തെ ഒരു ലെവലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. മുമ്പ് ഞാൻ ട്രേഡ് ചെയ്തിരുന്ന ഒരു ലെവലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോക്കിയാൽ കാണാൻ സാധിക്കും, ഞാൻ മുമ്പ് ഈ ഒരു ലെവലിൽ ചോളമണ്ഡലം ഫിനാൻസ് ബൈ ചെയ്തിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ബൈ ചെയ്തിരുന്നു. ഞാൻ യൂസ് ചെയ്ത ടൈം ഫ്രെയിം എത്രയാണ്? 1 ഡേ ആണ് നമ്മുടെ ടൈം ഫ്രെയിം. അപ്പൊ 1 ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? സ്റ്റോക്കുകൾ പരിഗണിക്കുക. 1 ഡേയോ അല്ലെങ്കിൽ 1 മിനിറ്റോ, സോറി 1 മിനിറ്റ് അല്ല 1 വീക്കോ, ഈ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ സ്റ്റോക്കുകൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? നമ്മൾ അപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത്? 1 ഡേ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ സ്വിംഗ് ട്രേഡ്, സോറി ഇൻട്രാഡേ അല്ല കേട്ടോ, സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? നമ്മൾ ചാർട്ട് നോക്കിയിട്ട് തന്നെയാണ് ഇവിടെയും ട്രേഡുകൾ എടുക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് നോക്കുന്നത്, അല്ല
നമുക്ക് പല പല ടൈപ്പ് ചാർട്ട് പാറ്റേൺസ് നോക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ യൂസ് ചെയ്യാവുന്നതാണ്. റിവേഴ്സൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് പല ടൈപ്പ് ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഒരു 90% ട്രേഡുകളിലും ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്താണ്? ഞാൻ യൂസ് ചെയ്യാറുള്ളത് സപ്പോർട്ടും റെസിസ്റ്റൻസും തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഫ്ലാഗ് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലാഗ് ചാർട്ട് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടും ട്രേഡ് എടുക്കാറുണ്ട്. എന്നിരുന്നാലും ഞാൻ യൂസ് ചെയ്യാറുള്ളത് മെജോറിറ്റി ട്രേഡുകളിലും സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ടൈം ഫ്രെയിം യൂസ് ചെയ്യാറുള്ളത് 1 ഡേ ടൈം ഫ്രെയിം ആയിരിക്കും. 90% ട്രേഡുകളിലും അല്ലെങ്കിൽ 95% ട്രേഡുകളിലും 1 ഡേ ടൈം ഫ്രെയിം ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? സ്വിംഗ് ട്രേഡിംഗിന് ഇൻട്രാഡേ ട്രേഡിംഗിന്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സ്വിംഗ് ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗിൽ എന്ത് അവൈലബിൾ അല്ല? ലിവറേജ് അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ഇവിടെ എന്തൊരു ഓപ്ഷൻ അവൈലബിൾ? നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്കിവിടെ പേ ലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏഞ്ചൽ ബ്രോക്കിംഗിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ഒരു ഷെയറുകൾ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫുൾ ക്യാഷ് കൊടുക്കാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അത് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഡെലിവറി എടുക്കുന്നുണ്ടെങ്കിൽ കണ്ടോ, പേ ലെറ്റർ വഴി നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പേ ലെറ്റർ വഴിയാണ് ബൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചാർജസ് വരുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കി കാണാൻ സാധിക്കും, ചോളമണ്ഡലം ഫിനാൻസിന്റെ 4 ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5225 രൂപയാണ് നമുക്ക് വരുന്ന എമൗണ്ട്. നമുക്ക് അത്ര രൂപ ഉണ്ടെങ്കിൽ 4 ഷെയർ ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഏഞ്ചൽ ബ്രോക്കിൽ നമുക്ക് 1217 രൂപക്ക് 4 ഷെയറുകൾ ഡെലിവറിയിൽ വാങ്ങിയിട്ട് എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്തു വെക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ചാർജസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ 2 ദിവസം ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ ഓരോ ദിവസത്തേക്കും 0.049% ഒക്കെ ചാർജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ട് മാത്രമേ ഇങ്ങനെ ഈ പേ ലെറ്റർ വഴി നിങ്ങൾ ഷെയറുകൾ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 ഇയറിലേക്കൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ 10, 12, 15% ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ഒരു പേ ലെറ്റർ ഓപ്ഷൻ വഴി ഷെയറുകൾ ബൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഷെയറുകൾ വാങ്ങാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? കാൽക്കുലേഷൻ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ഷെയറുകൾ ബൈ ചെയ്യരുത്. ഓക്കെ. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെയും എന്താണ് ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ടാണ് ട്രേഡുകൾ എടുക്കാറുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചോളമണ്ഡലം ഫിനാൻസ് എന്താണ്, ഞാനൊരു സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ റെസിസ്റ്റൻസ് ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ലെവല്, സപ്പോർട്ട് ഇവിടെയാണ് വരുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? സ്റ്റോക്ക് ബൈ ചെയ്യും. ഇങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മെത്തേഡുകൾ ഉണ്ട്. ആ മെത്തേഡ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആ മെത്തേഡുകൾ പറഞ്ഞു തരാമെന്നുള്ളത്. അതിന്റെ പേരാണ്, ഒന്ന് പൊസിഷൻ സൈസിങ്ങും പിന്നെ ഒന്ന് റിസ്ക് റിവാർഡ് റേഷ്യോയും. പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോയും നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട 2 മെത്തേഡുകളാണ്. നമ്മൾ അങ്ങനെ മെത്തേഡ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകളിൽ, അതായത് നമ്മൾ 10 ട്രേഡ് എടുത്താൽ അതിൽ 4 എണ്ണം സക്സസ് ആണെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ മെത്തേഡുകൾ എങ്ങനെ ഫോളോ ചെയ്യാമെന്നും ഈ മെത്തേഡുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ ബേസിക്സ് ആയിട്ട് നമ്മൾ തുടക്കത്തിൽ നോക്കേണ്ട 2 കാര്യങ്ങളാണ് പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോയും. അപ്പൊ നമുക്ക് പൊസിഷൻ സൈസിങ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു റീൽ ചെയ്തിട്ടുന്നു, ഇതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്നിപ്പോ ഒരു 3 മണിക്കൂർ, ഏകദേശം 2 മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്, നമ്മൾ ഷെയറുകൾ എടുക്കുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പോലെ ആണെങ്കിൽ നമ്മൾ 10 ട്രേഡാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ട്രേഡിലും നമ്മൾ 10,000 രൂപ ക്യാപിറ്റൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ 20 ട്രേഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ട്രേഡിലും നമ്മൾ 5,000 രൂപ മാത്രമേ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ 5 ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ട്രേഡിൽ എത്ര യൂസ് ചെയ്യണം ക്യാപിറ്റൽ? 1,00,000/5 20,000 രൂപയായിരിക്കും നമ്മൾ ഓരോ ട്രേഡുകളിലും ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം ഒരേ ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ റിസ്ക് ഒരു പരിധി വരെ, ഒരു 50% മുകളിൽ നമുക്ക് നമ്മുടെ റിസ്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ എടുക്കുന്ന എല്ലാ ഷെയറിലും ഒരേ ക്യാപിറ്റൽ, എറൗണ്ട് ഒരേ ക്യാപിറ്റൽ, കറക്റ്റ് ആ ഒരു ക്യാപിറ്റൽ തന്നെ വരണമെന്നില്ല, എറൗണ്ട് ഒരേ ക്യാപിറ്റൽ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ വരുന്ന ഒരു കേസിൽ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ ക്യാപിറ്റൽ എല്ലാത്തിനും സെയിം ആണ്.
ഇപ്പൊ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്തു, നമ്മൾ ബജാജ് ബൈ ചെയ്തു, ചോളമണ്ഡലം ഫിനാൻസ് ബൈ ചെയ്തു, നമ്മൾ അങ്ങനെ ഒരുപാട് കമ്പനികളുടെ ഷെയർ ബൈ ചെയ്തു. എല്ലാ കമ്പനിയുടെ ഷെയർ ബൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 10,000 രൂപയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ടാറ്റ മോട്ടോഴ്സ് 10% ഡൗൺ ആയാലും നമ്മുടെ ലോസ് എത്രയാണ്? നമ്മുടെ ലോസ് അവിടെ 1000 ആണ്. ബജാജ് 10% ഡൗൺ ആയാലും നമ്മുടെ ലോസ് എത്രയാണ്? 1000 ആണ്. ബജാജ് 10% അപ്പായ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? നമുക്ക് പ്രോഫിറ്റ് അവിടെ 1000 വരും. ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ നമുക്ക് 1000 വരും. അപ്പൊ നമ്മൾ ഏതൊരു ഷെയറും എത്ര ശതമാനം ഡൗൺ ആയാലും എത്ര ശതമാനം അപ്പിലേക്ക് പോയാലും ഏതൊരു ഷെയർ ആണെങ്കിലും നമ്മുടെ പ്രോഫിറ്റോ ലോസോ അവിടെ വരുന്നത് എത്രയാണ്? സെയിം തന്നെയായിരിക്കും അവിടെ വരിക. കാരണം നമ്മുടെ ക്യാപിറ്റൽ എന്താണ്? എറൗണ്ട് നമ്മുടെ ക്യാപിറ്റൽ അവിടെ സെയിം ആണ് വരുന്നത്. നമ്മുടെ ക്യാപിറ്റൽ 10,000 വരുന്നത് വിചാരിക്കുക, അല്ല നമ്മുടെ ക്യാപിറ്റൽ 5,000 വിചാരിക്കുക. അപ്പൊ നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ ഓരോ ട്രേഡുകളിലും എൻറ്റർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എത്ര ഉള്ളൂ, നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിലും ക്യാപിറ്റൽ സെയിം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. പൊസിഷൻ സൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിലും നമ്മുടെ ക്യാപിറ്റൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ പറഞ്ഞത് മനസ്സിലായോ? ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പൊ പൊസിഷൻ സൈസിങ് പ്രകാരം നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിലും എന്തായിരിക്കണം? നമ്മുടെ ക്യാപിറ്റൽ ഒരേ എമൗണ്ട് ആയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ രണ്ടാമത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. മിനിമം 1:2 എങ്കിലും റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞതാ. എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞതാ. അതായത് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ചാർട്ടിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പൊ നമ്മുടെ ലോസ് 1:2 ആണല്ലോ. നമ്മുടെ ലോസ് എത്രയാണ്? 1. ലോസിന്റെ റേഷ്യോ 1ഉം പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? 2ഉം. അപ്പൊ നമ്മൾ ഈ ഒരു ചോളമണ്ഡലം ഫിനാൻസിൽ ഇപ്പൊ ഞാൻ 812 ബൈ ചെയ്യാം. ഓക്കെ, ബൈ ചെയ്തു നിങ്ങൾ വിചാരിക്കാം. അപ്പൊ ഞാൻ ബൈ ചെയ്ത സമയത്ത് എന്റെ റിസ്ക് എന്ന് പറയുന്നത് 1 ആണ്, റേഷ്യോ 1 ആണ്. അപ്പൊ എന്റെ റിസ്ക് എന്ന് പറയുന്നത് 10% വിചാരിക്കാം. എന്റെ റിസ്ക് ഇവിടെ 10% ആണെങ്കിൽ, ഓക്കെ, 10%, അതായത് ഞാൻ ബൈ ചെയ്ത ലെവലിൽ നിന്ന് 10% താഴേക്ക് വന്നാൽ മാത്രമേ ഞാനിവിടെ സെല്ല് അടിക്കുള്ളൂ. ഓക്കെ, എന്റെ റിസ്ക് 10% ആണെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്ര ആയിരിക്കണം? അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്. പ്രോഫിറ്റിന്റെ ലോസിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ 1 ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര ആയിരിക്കണം? 2 ആയിരിക്കണം. അപ്പോൾ എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരം എന്റെ പ്രോഫിറ്റ് എത്രയാണ്? 20%. അതായത് ഞാനിപ്പോ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്റെ ലോസ് 10% ആണെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 20% ആയിരിക്കും. എന്റെ ലോസ് 5% ആണെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 10% ആയിരിക്കും. ഞാൻ എടുക്കുന്ന ഓരോ ട്രേഡിലും ഞാൻ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിന്റെ ഇരട്ടി ഞാൻ എന്ത് വെക്കണം? ടാർഗറ്റ് വെക്കണം. അതായത് ഓരോ ട്രേഡിലും എന്നല്ല, നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡിലും നമ്മുടെ സ്റ്റോപ്പ് ലോസും നമ്മുടെ ടാർഗറ്റും ഒരേ പെർസെന്റേജ് ആയിരിക്കണം. നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ ഇരട്ടി ആയിരിക്കണം എന്ത്? ടാർഗറ്റ് വരേണ്ടത്. മിനിമം 1:2 എങ്കിലും നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് 1:2 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രേഡ് 10 രൂപ ലോസിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ വിൽക്കുന്ന ട്രേഡുകൾ എത്ര രൂപ പ്രോഫിറ്റിൽ വിൽക്കണം? 20 രൂപയെങ്കിലും പ്രോഫിറ്റിൽ നമ്മൾ സെല് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 ട്രേഡ് എടുത്തു. 10 ട്രേഡ്, ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് കണക്ക് വെച്ച് പറഞ്ഞുതരാം. നമ്മളൊരു 10 ട്രേഡ് എടുത്തു. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ക്യാപിറ്റൽ 1 lakh ആണെന്ന് വിചാരിക്കാം. നമ്മൾ റിസ്ക് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ 10 ആക്കി ഡിവൈഡ് ചെയ്തു. നമ്മൾ 10 ട്രേഡ് ആണ് എടുക്കുന്നത്. അപ്പൊ 1 lakh എന്ന ക്യാപിറ്റലിനെ നമ്മൾ 10 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ ഓരോ ട്രേഡിലും നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? 10,000. 10,000 വീതം നമ്മൾ 10 ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. ഈ കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 10,000 വീതം നമ്മൾ 10 ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓരോ ട്രേഡിലെയും റിസ്ക് എത്രയാണ്? 10%. ഓക്കെ, നമ്മുടെ റിസ്ക് 10%. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് ഓരോ ട്രേഡിലെയും? നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 20%. നമ്മൾ 10 ട്രേഡ് എടുത്തു. ഇതിൽ 4 എണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 4 ട്രേഡുകൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, 6 എണ്ണം എന്തായിട്ടുണ്ട്? സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6 ട്രേഡുകൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രേഡിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 10%. അപ്പൊ നമ്മൾ 10,000ന്റെ 6 ട്രേഡുകളിൽ 10% വീതം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ 10,000ന്റെ 10% എത്രയാണ്? 1000 രൂപ. അപ്പൊ ഒരു ട്രേഡിൽ നമുക്ക് വരുന്ന ലോസ് എത്രയാണ്? 1000 രൂപ. അങ്ങനെ നമ്മൾ മൊത്തം എത്ര ട്രേഡുകൾ ലോസിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്? 6 ട്രേഡുകൾ. അപ്പൊ 1000 × 6 എത്ര നമ്മുടെ ലോസ്? നമ്മുടെ ലോസ് അവിടെ വരുന്നത് എത്രയാണ്? 6000. ഓക്കെ, നമ്മുടെ ലോസ് എത്ര വരുന്നത്? 6000. 6 ട്രേഡുകളിൽ നിന്ന്, 6 ലോസ് ആയ ട്രേഡുകളിൽ നിന്ന് നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ആണ്? നമ്മുടെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 20% ആണ്. നമ്മൾ ക്യാപിറ്റൽ എത്രയാണ്? 10,000. 10,000ന്റെ 20% എത്രയാണ്? 2,000 രൂപ. അതായത് 10,000ന്റെ 20% എന്ന് പറയുന്നത് 2,000 രൂപയാണ്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് സെല് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് അവിടെ വരുന്നത്? 2,000 രൂപ. നമ്മുടെ ലോസ് 1000 ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 2,000 രൂപ. നമ്മൾ എത്ര ട്രേഡുകൾ 2,000 രൂപ പ്രോഫിറ്റ് വിട്ടിട്ടുണ്ട്?
4 ട്രേഡുകൾ നമ്മൾ 2000 പ്രോഫിറ്റ് വിട്ടിട്ടുണ്ടല്ലോ. 20% പ്രോഫിറ്റിൽ നമ്മൾ എത്ര ട്രേഡുകൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്? 4 ട്രേഡുകൾ. അപ്പോ 4 ഇൻറ്റു 2000 എത്ര വാല്യൂ വരുന്നത്? 8000. അതായത് പ്രോഫിറ്റ് ആയിട്ടുള്ള 4 ട്രേഡുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്? 8000 രൂപ. 2000 ഇൻറ്റു 4. നമുക്ക് ലോസ് വന്നിട്ടുള്ള 6 ട്രേഡുകളിൽ നിന്ന് നമ്മുടെ ലോസ് എത്രയാണ്? 1000 ഇൻറ്റു 6. അതായത് നമ്മുടെ ലോസ് മൊത്തം 6000, നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 8000 രൂപയും. അപ്പൊ 8000 മൈനസ് 6000, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? അപ്പോഴും 2000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ്. അതായത് നമ്മൾ 10 ട്രേഡ് എടുത്തു, 4 എണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, 6 എണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പക്ഷെ നോക്കുമ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ്? 2000 പ്രോഫിറ്റ് ആണ്. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോയും കൂടി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ട്രേഡുകൾ എടുത്താനുള്ള ബെനിഫിറ്റ്. ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ബ്രോ, ഇപ്പൊ നമ്മൾ ഈ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാർഗറ്റ് പ്രൈസും അതേപോലെ ഈ സ്റ്റോപ്പ് ലോസും എന്തായാലും സെറ്റ് ചെയ്തിരിക്കണോ? അതെ അതെ. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനത്തെ ട്രേഡുകളാണ്? ഷോർട്ട് ടൈം ട്രേഡുകളാണല്ലോ. നമ്മൾ ഒരിക്കലും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ ലോസിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ നമ്മൾ സെല്ലടിക്കണം. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ 10ഉം 20ഉം എന്ന് പറയുന്നത് എന്റെ സ്റ്റോപ്പ് ലോസും എന്റെ ടാർഗറ്റും ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 5ഉം 10ഉം ആക്കാം, അല്ലെങ്കിൽ 3ഉം 6ഉം ആക്കാം. ഓരോരുത്തർക്ക് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ സ്റ്റഡി പ്രകാരമുള്ള ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ബ്രോ, അപ്പോ ഇത് ഈ താന്നു കഴിഞ്ഞാലും പിന്നീടും ഈ സ്റ്റോക്ക് തന്നെ വീണ്ടും ഉയർച്ചയിലേക്ക് വരാമല്ലോ, വരാം. പക്ഷെ ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിലും വരാതിരിക്കാനും ചാൻസ് ഇല്ലേ? കാരണം നമ്മൾ അല്ല, അങ്ങനെ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഷെയറുകൾ ബൈ ചെയ്യുന്നത് ഒരിക്കലും ഫണ്ടമെന്റൽ അനാലിസിസ് പ്രകാരമല്ല. നമ്മൾ കമ്പനിയെ പറ്റി ഒരിക്കലും ഇവിടെ പഠിക്കുന്നില്ല. കമ്പനി സ്ട്രോങ് ആണോ എന്ന് നമ്മളിവിടെ നോക്കുന്നില്ല. കമ്പനി പ്രോഫിറ്റബിൾ ആണോ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ചാർട്ട് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. നമ്മൾ കമ്പനിയെ പറ്റി നോക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറി വരുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ എന്നും പറഞ്ഞിട്ടുണ്ടോ, അതോ എല്ലാ സ്റ്റോക്സും അത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എല്ലാ ഷെയറുകളും ചെയ്യാൻ സാധിക്കും. ഡെലിവറി ആണല്ലോ നമ്മൾ ബൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തിന്റെ ബേസിലാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിക്കും. നമ്മൾ എവിടുന്നാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ എന്ന് പഠിപ്പിക്കും. ഈ പറഞ്ഞ റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും മനസ്സിലായല്ലോ? നമ്മൾ അത് ആദ്യം പഠിപ്പിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു മെത്തേഡുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 10 എണ്ണത്തിൽ 4 എണ്ണം സക്സസ് ആയാലും മതി, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ലോങ് ടൈമിലേക്ക് പോകാം. ചിലപ്പോൾ തിരിച്ച് കയറി വരില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ തിരിച്ച് കയറി വരാനും ചാൻസ് ഉണ്ട്. പക്ഷെ 1-2 കൊല്ലം ഇതേപോലെ തന്നെ കൺസോൾട്ടേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ബർജർ പെയിന്റ് നോക്കാം. ബർജർ പെയിന്റിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബർജർ പെയിന്റ് കാണാൻ സാധിക്കും. ഇപ്പൊ എത്രയാണ്? 512. 2021 ഒക്ടോബറിൽ എത്രയായിരുന്നു? 733 ഇപ്പോഴും നമ്മളത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ് ആയിരിക്കില്ലേ? നമ്മൾ 728 ബൈ ചെയ്തിട്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ് ആയിരിക്കില്ലേ? നമ്മൾ ഇവിടെ ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ് ആണ്. ഇവിടെ നിന്ന് വാങ്ങിയാൽ ഇപ്പോഴും ലോസ് ആണ്. ഇവിടെ നിന്ന് ബൈ ചെയ്താൽ പോലും ഇപ്പോഴും ലോസ് അല്ലേ? ഇവിടെ നിന്ന് ബൈ ചെയ്താൽ ലോസിലാണല്ലോ ഷെയർ ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് കയറി വന്നേക്കാം, പക്ഷെ ഇത് എപ്പോ വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ബർജർ പെയിന്റിന്റെ ഫണ്ടമെന്റൽസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത് തന്നെ കുറഞ്ഞ കാലയളവിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ക്യാപിറ്റൽ അവിടെ പോയല്ലോ. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത്, 1 ലക്ഷം അവിടെ പോയില്ലേ? നമുക്ക് ആ ഈ ക്യാപിറ്റൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ അത് സെല്ല് ചെയ്യാതെ. അപ്പൊ നമുക്കത് ലോസിൽ സെല്ല് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ട്രേഡ് നോക്കാം. അങ്ങനെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സ് നോക്കൂ. ഏഷ്യൻ പെയിന്റ്സിന്റെ കേസ് നോക്കൂ. ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിൽ 2022 ജനുവരിയിൽ 3500 ആയിരുന്നു. ഇപ്പൊ 2900 വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഹൈ ലെവലിൽ നിന്നൊക്കെ നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഹോൾഡിംഗ്സിൽ ഏഷ്യൻ പെയിന്റ്സ് ലോസിലായിരിക്കും റൺ ചെയ്തുകൊടുക്കുക. ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറയുമ്പോൾ അത്രയും ഫണ്ടമെന്റൽസ് ഉള്ള സ്ട്രോങ് ആയ ഒരു കമ്പനിയാണ്. പക്ഷെ നോക്കൂ,
നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് 2021 ഡിസംബറിലുള്ള ലെവലിനേക്കാളും താഴെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഏകദേശം 2.5 വർഷമായില്ലേ, 2.5 അല്ല, ഏകദേശം നമുക്ക് 2 വർഷത്തിന്റെ മുകളിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കേസും കൂടി ഇവരെ വരുന്നുണ്ട്. ഷെയറുകൾ മുകളിലേക്ക് പോവാം, ഫണ്ടമെന്റലൊക്കെ നോക്കിയിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കും. പക്ഷേ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മളപ്പോ സെല്ല് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഓക്കെ ബ്രോ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ പറഞ്ഞ റിസ്ക് റിവാർഡ് റേഷ്യോ, പൊസിഷൻ സൈസിങ്, ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്.